ഹായ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എക്സാം സിമ്പിളായിരുന്നു. അപ്പോൾ മോഡൽ എക്സാമിൽ ചോദിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരുന്നോ? അതേ പാറ്റേണിലാണ് വന്നത്. മോഡൽ എക്സാമിൽ ചോദിച്ചതിൻ്റെ ഒരു എത്ര പെർസെൻറ്റേജ് വന്നു കാണും മെയിൻ എക്സാമിൽ? മോഡൽ എക്സാമിൽ നിന്ന് ഒരു 60-65% ഒക്കെ മെയിൻ എക്സാമിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ വീക്ക്ലി എക്സാമൊക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസൊക്കെ ആൽഫ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്തായാലും നന്നായിട്ട് എഴുതാൻ പറ്റി അല്ലേ? അപ്പം ഇവിടുത്തെ എക്സാം പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇവിടെ ഞങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെക്കുമായിരുന്നു. പിന്നെ നൈറ്റ് ക്ലാസ് ഒക്കെ വെക്കും. മെസ്സുമാർ ആ കോൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് തരും. പിന്നെ അങ്ങനെ മിസ്സുമാർ ഇവിടെ 24/7 അവൈലബിൾ ആയിരുന്നു. സൺഡേസ് ഇൻക്ലൂഡിങ് അവൈലബിൾ ആയിരുന്നു. അപ്പം ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണേൽ മിസ്സുമാരെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും നമുക്ക് ചോദിക്കാമായിരുന്നു. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യിക്കും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്ന് മിസ്സുമാർ പറഞ്ഞെടുത്തു നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അതുപോലെ റിവിഷൻ ക്ലാസ്സൊക്കെ പക്കായിരുന്നു, എല്ലാം ക്ലീൻ ആയിരുന്നു. അപ്പം ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് 100% സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ A+ അല്ലെങ്കിൽ A ഗ്രേഡ് എന്നുള്ള ഒരു ഇതല്ല, മറിച്ച് 100 ഔട്ട് ഓഫ് 100 ആണെന്ന് അറിഞ്ഞു. അപ്പം അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 100 ഔട്ട് ഓഫ് 100 കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ പ്രീവിയസ് ഇയറിൽ? സീനിയേഴ്സിന് മിക്കവാറും എല്ലാവർക്കും 100 ഔട്ട് ഓഫ് 100 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിക്കവാറും എല്ലാവരും 90 പോയായിരുന്നു പെർസെൻറ്റേജ്. ഓക്കെ, അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഹാപ്പിയാണ്, ഓൾമോസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി അല്ലേ? ഓക്കെ, താങ്ക് യു.